ഹേ ഗൈസ്, വെൽക്കം ടു എ വെരി സ്പെഷ്യൽ വ്ളോഗ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഡിസംബർ 15 അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല, പ്രവീണിന്റെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണ്. ഇത് രണ്ടും സെയിം ഡേറ്റ് തന്നെയാണ് കേട്ടോ. സമയം ഏതാണ്ട് 12 മണി അടുപ്പിച്ചാവാറായിട്ടുണ്ട്. ഞാൻ താഴോട്ട് പോയിട്ട് അവരെ വിഷ് ചെയ്യാനുള്ള പരിപാടിയാണ് ഗൈസ്. ഞാൻ ഇന്നലെ തന്നെ പോയിട്ട് അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. ഞാൻ അവർക്ക് 2 റിംഗ് ഒക്കെ മേടിച്ചായിരുന്നു. വേണ്ട, അതിനകത്തുണ്ട്. അപ്പോൾ ഇത് നാളെ കേക്ക് കിട്ടിയ സമയത്ത് അവർക്ക് കൊടുത്ത് സർപ്രൈസ് ചെയ്യിക്കാം. സർപ്രൈസ് ആവോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നോക്കാം. താഴോട്ട് പോവാം എന്തായാലും. എനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ആളുണ്ടാ? ഇവിടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയ്യോ, എത്ര വർഷമായി? 27 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടല്ലേ? അച്ഛൻ പോയി ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, അപ്പൊ ഇനി എന്തോ പരിപാടി ഇന്ന്? ഇവരുടെ വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല, പ്രവീണിന്റെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണ്. രണ്ടും ഒരേ ഡേറ്റ് അല്ലേ? ഇതെങ്ങനെ സാധിച്ചാ ഈ ഒരേ ഡേറ്റ്? എന്തെങ്കിലും പ്രത്യേകതര സ്കില്ലുണ്ടോ ഇതില്? അതൊരിക്കലും പറയത്തില്ല. അവന് 26 വയസ്സ്, നമുക്ക് 27 വർഷം. എനിക്കും കൂടെ അങ്ങനെ ആക്കിക്കൂടായിരുന്നാ? അച്ഛൻ എന്തായാലും ആ ഒരു സ്കില്ലുള്ളതാ. സത്യം പറഞ്ഞാൽ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വെഡിങ് ആന്ന് പോലും അറിയുന്നത്. അന്ന് അങ്ങനെ ശ്രദ്ധിച്ചില്ലല്ലോ. അപ്പൊ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നത് അതേ ഡേറ്റിനാണ് പ്രവീണിനെ പ്രസവിച്ചത്. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി ആയിട്ട് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? നാളെ കൊച്ചു പറഞ്ഞേക്കുന്നത് പുറത്തു പോവാം. അതെ അതെ, ഫുള്ള് അണ്ണന്റെ ചെലവാണ്. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നിന്ന് തന്നാ മതി. അല്ല, എന്റെ അച്ഛന്റെ കാടിഞ്ഞ് തന്നാ മതി കേട്ടോ. എന്നിട്ട് എന്റെ ചെലവ്. ഓക്കെ, രാവിലെ അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. 100 എന്തൊരു പറ, ഒരു വലിയൊരു ഡയലോഗ് അടിക്കല്ലേ. ഒരു 100 വർഷം ആയുരാരോഗ്യ സൈകിൾ. എനിക്കത് പറഞ്ഞേ പറ്റുക ഡയലോഗ്. എന്തിനായിരുന്നു? ആയുരാരോഗ്യ സൗഖ്യവും. ഒരു 100 വർഷം ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ. ഇതെന്റെ ആണോ ഡയലോഗ്? അങ്ങനെ ഇരിക്കട്ടെ. 100 വർഷം ഇരിക്കണം. ഓക്കെ, ബൈ. രാവിലെ കാണാം. രാവിലെ ഇറങ്ങി വന്നപ്പോഴേ ഒരു ദുഃഖകരമായ വാർത്ത സുഹൃത്തുക്കളെ. എന്റെ പുൽക്കൂട് ഒരു പട്ടി വന്ന് തകർത്ത് കിടക്കുന്നുണ്ട്. എന്റെ പുൽക്കൂട് അതേത് പട്ടിയമ്മ? അത് ഇതുവഴി പോകുമ്പോ പറയണേ. ഒന്ന് കണ്ട് കൊതി തീർന്നില്ല. നേരെ അപ്പോഴത്തേന് വന്ന് പൊളിച്ചു കളഞ്ഞാട്ടാ ആ പട്ടി. അത് ഇങ്ങനെ പൊളിയാൻ വേണ്ടിട്ട് അത് എന്തിനു ഇത് മണ്ടേ കയറി കിടന്ന് ഡാൻസ് കളിച്ചാ പട്ടി. മൊത്തം പൊളിച്ച്. എന്തരാ കഴിക്കാൻ? ഇടിയപ്പം പോർക്കറി കേട്ടോ. ഇന്ന് കഴിക്കാൻ വിശക്കുന്ന കേട്ടോ. കുറച്ച് ഗ്രേവിയും പീസും. അടിപൊളി. ഇത് ഇന്നലെ വെച്ച കറി കേട്ടോ. അതുകൊണ്ട് ഇന്നായപ്പോഴത്തേനും സെറ്റായി. കഴിച്ചിട്ടാണ് കഴിച്ചു. ഹേ ഗായ്സ്, അപ്പൊ സമയം ഏതാണ്ട് 7-8 മണി അടുപ്പിച്ചായി അല്ലേ? അപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് ഒരു കേക്കൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട്. വലിയ കേക്കൊന്നും അല്ല, ചെറിയ കേക്ക്. ഉച്ചയ്ക്കൊന്നും പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അച്ഛനും പുറത്തൊക്കെ പോയിരുന്നു. അച്ഛൻ ഇപ്പഴാ വന്നത്. കേക്ക് പൊട്ടിച്ചു നോക്കച്ചാ. കേക്ക് കുട്ടിക്ക്. പാട്ട് പാടാനൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ക്രൗഡിന്റെ സൗണ്ട് ഒക്കെ കുറച്ച് കുറവായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി ബർത്ത്ഡേ. കട്ട് ചെയ്തോ. മുഖത്തൊക്കെ. ഹേ ഗൈസ്, ഞാൻ ഗിഫ്റ്റ് മേടിച്ചത് കൊടുത്തില്ല കേട്ടോ. അത് രണ്ടുപേരും കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. അതുകൊണ്ട് ആ ഒരു ടൈമിൽ കൊടുത്താൽ ശരിയാവത്തില്ല എന്ന് തോന്നി. മൂഡൊന്ന് മാറി, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് മാറി, ഒന്ന് ഹാപ്പി ആകുമ്പോഴത്തേനും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. താഴോട്ട് പോകും ഗൈസ്. നമുക്ക് വർക്കല പോയാലാ? പ്ലാൻ ബി. ആദ്യം ലുലുമാള് KFC ആയിരുന്നു. ഇപ്പൊ വർക്കല ചാളക്കറി. എല്ലായിടവും കണക്കാ. എന്നാലും എന്നാ നമുക്ക് കടലൊക്കെ കാണുമ്പോ ഒരു ഇത് കിട്ടുമല്ലേ? എന്നാ നമുക്ക് വർക്കല പോവാം. എനിക്കിപ്പോ പുറത്തോട്ട് നോക്കുമ്പോ വിഷമാവും, പുൽക്കൂട് ഇല്ലാത്തോണ്ട്. ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പുൽക്കൂട് പോയി. ഞാൻ ചെരുപ്പിട്ടില്ല. ഞാൻ എങ്ങോട്ട് പോവാ? എനിക്ക് സിൽപ്പർ മതി. എനിക്ക് അത് മതി. ഞാൻ ഇപ്പൊ എവിടെ പോയാലും ഈ ചപ്പലായിട്ട് ഇടുന്നത്. ഞാൻ അങ്ങനെ ഷൂസ് ഇപ്പൊ അധികം ഇടത്തില്ല. പക്ഷെ ഇതാട്ടോ സുഖം. തന്തവൈബാന്ന് പറയല്ലേ, ഇതാ സുഖം.
പെട്ടെന്ന് ഊരിയിട്ട് ഇടാനൊക്കെ എളുപ്പമായിരിക്കും. ഇതാ സുഖം. ഇതാ സുഖം. അതാ സുഖം. എന്നാ വണ്ടി എടുത്തോ, നല്ലൊരു സുഖം കിട്ടും. അമ്മയുടെ ചിരി മറ്റേ ചത്തിട്ട് റീത്ത് വെച്ച പോലെ ഉണ്ട്. എന്നാലും മിനിങ്ങുന്നുണ്ട് മൊത്തത്തിൽ. ചുണ്ടും പല്ലൊക്കെ തിളങ്ങുന്നു. ഫ്ലാറ്റ് അടിക്കുന്നുണ്ടാ? ഫ്ലാഷ് അടിക്കുന്നുണ്ട്. പോവാൻ ഗൈസ്, ലെറ്റ്സ് ഗോ ടു വർക്കല. ഓ ഇതുവഴി ഒരു എല്ലാവർക്കും വരുന്നു കോഴിയുടെ. അമ്മ ഇത് പൊട്ടിക്കമ്മ. റാപ്പ് മറ്റേ ഷവർമയില്ലേ അതുപോലത്തെ, അതിന്റെ വേറൊരു സംഭവം. അത്രയ്ക്കും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നത്. എന്തോ ഒരു നിങ്ങൾക്കൊരു വിഷമഭാവം. അതെ, ആ ടൊമാറ്റോ ഇച്ചിരി പീച്ചാണ് ഇതിന്റെ അകത്തോട്. ഭയങ്കര ചൂട്, അതുകൊണ്ട് എത്രയ്ക്കും കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കഴിച്ചിട്ട് വരാം കേസ്. അവിടെ വന്നിറങ്ങി മീൻ പൊരിച്ചെന്നെ മണം വരുന്നു. അവിടുന്ന് ആ ബ്രോസ്റ്റഡ് കയറ്റിയിട്ട് ഇങ്ങോട്ട് വന്നേല്ലേ ഉള്ളു. അത് ദഹിക്കാൻ പോലും സമയമായിട്ടില്ല. അതിനിപ്പോ മീൻ പൊരിച്ചതിന്റെ മണോന്ന്. വേണോ മീൻ പുറത്തെ? മീൻ പൊരിച്ചതിന്റെ മണം വരുന്നല്ലേ പറഞ്ഞോളൂ. ഇവിടെ ഒരുപാട് ഫ്രഷ് മീൻ കിട്ടത്തില്ല കേട്ടമ്മ. കാരണം വെച്ചാലേ ബീച്ചിന്റെ സൈഡല്ലേ, ഫ്രഷ് മീൻ കിട്ടാൻ ഭയങ്കര പാടാ. പട്ടി ആയുഷ്മാൻ ബാബ ഇവരെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടു. അതിന് വന്നതാ. പുള്ളി ഇവിടുത്തെ ആളാ. പുള്ളിയുടെ പറഞ്ഞോട് പോയ. ബീച്ചിലൊക്കെ വരുമ്പോ ഈ മുണ്ടൊന്നും എടുത്തോണ്ട് വരില്ലേ? അവിടെ ഒരു സായിപ്പിനെ കണ്ടില്ലേ, പുള്ളി ജെട്ടിയിട്ടേക്കത്. ജെട്ടിയിട്ട് എന്തോ ചാട്ടോ ചാടതേട്ടോ പുള്ളി. ഉരിഞ്ഞ് തലേ കെട്ടാൻ കാര്യമല്ലോ. ശരിയാ. പക്ഷെ നമ്മള് കിട്ടുമ്പോ ഒരു ലോ ക്ലാസ് ഫീൽ വരും. അവരിടുമ്പോ ഭയങ്കര സെറ്റപ്പ്, നമ്മളിടുമ്പോ ഒരു ലോ ക്ലാസ്. അങ്ങനെ കൊണ്ടുവച്ചാ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടാ. മണ്ടത്തരം ആണെങ്കിൽ സഹിച്ചോ, വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കടലിലെ വെള്ളത്തിന് ഭയങ്കര ഉപ്പല്ലേ, അപ്പൊ ഉപ്പ് വെള്ളം നമ്മുടെ കണ്ണി വീണ നീറത്തില്ലേ? അപ്പൊ ഈ മീനൊക്കെ എങ്ങനെ കടലിന്റെ നടുക്ക് ഇങ്ങനെ ഓടി കിടക്കുന്നത്? അത് എന്തുകൊണ്ട്? അവരാ മുട്ട ആദ്യം മണ്ടത്തരം കണ്ണിലൊരു പാടയുണ്ട്, അതിങ്ങനെ ഇങ്ങനെ അങ്ങനെ ആക്കും. എങ്ങനെ ആക്കും? അതിങ്ങനെ ചിലപ്പോ മീൻ ഇടക്കിടക്ക് ഇങ്ങനെ അടക്കുമായിരിക്കില്ലേ വെള്ളം കയറുമ്പോ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും കേട്ടാ. ബലൂണാ പറ്റും തോ ഓടുന്ന. അയ്യത് കുമ്പള. അടുത്ത മെയിൽ അച്ഛൻ എത്ര വയസ്സാവുമ്പോ? 50. കുമ്പള പൊട്ടിക്കാ ഓടിയ ഓട്ടം കണ്ട ഞങ്ങള്. കുമ്പള പൊട്ടിച്ചാ പോയാ എന്തോ ഓട്ടമായിരുന്നു. എന്നാ കുമ്പള ഇനി കണ്ടവന്റെ കുമ്പളൊക്കെ ഓടണ്ട, സ്വന്തമായിട്ട് കുമ്പള ഉണ്ടാക്കി പറപ്പിച്ചോ. ഞാൻ കുമ്പള പെരുക്കാൻ. ഞാൻ പിടിക്കാം. അച്ഛൻ പിടിച്ചോ, ഞാൻ പെരുക്കി തരാം. നിന്റെ അച്ഛൻ പിടിക്കാൻ നടക്കുന്ന പൊക്കി ഇവിടെ വേണ്ടേ? ഇങ്ങനെ വേണം ആക്കാന്. കണ്ടോ? ഊതിയ വേണ്ട, ഒന്നും വേണ്ട. കണ്ടോ കുമ്പള സായിപ്പ വന്ന് നോക്കടാ, കുമ്പള നോക്കടാ. കണ്ടേ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മതി എന്നാ എൻജോയ്. സ്മെല്ലുണ്ടോ? ഒരു വാടയുണ്ടമ്മാ. സോപ്പും പതയായിരിക്കും. വേണ്ട, ലിക്വിഡ് കയറുമ്പോ വല്ല ഫില്ല് ചെയ്തേണാ അഞ്ഞടുത്ത് തുടക്കട്ടെ. വീട്ടിൽ എന്തിനുണ്ടമ്മ കഴിക്കാന്? ഇനി കഴിക്കണോ? ഇനി കഴിക്കണ്ടേ? ഇനി കഴിക്കണ്ട. ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന ഞാൻ കഴിക്കായിരിക്കും. കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മുട്ടൻ കഴിപ്പാ. ഈ മനുഷ്യനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലെന്ന് വെച്ചോണ്ടല്ലേ. പോവാ നമുക്കെന്നാ. ഹേ ഗൈസ്, അപ്പൊ നമ്മള് വർക്കലയിലൊക്കെ പോയിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ ഉണ്ടായിരുന്നു?
അടിപൊളിയല്ലായിരുന്നു? അടിപൊളിയായിരുന്നു. രാത്രി പോയിട്ട് നല്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ ചാ. നീ ഒരു ആണോ? എന്നാലും വെഡിങ് ഡേ ഒക്കെ ആയിട്ട് ഗിഫ്റ്റ് വേണ്ടേ? അതൊക്കെ ഓക്കെ. എന്നാലും കണ്ണട കണ്ണട കണ്ണടയച്ചാ രണ്ടുപേരോടാ. ആ, കൈ നീട്ട്. തുറക്കല്ലേ, ഞാൻ പറയാതെ തുറക്കല്ലേ, തുറക്കല്ലേ. ആ, ഇനി തുറന്നു നോക്ക് രണ്ടുപേരും. ആ, കണ്ടുറന്നോ? നോക്ക്. തുറന്നു നോക്ക്. ഇഷ്ടപ്പെട്ടാ? ഇത് ഞാൻ ഇന്നലെ പോയി മേടിച്ചതാ. ഇന്നലെ പോയി എല്ലാം മേടിച്ച് സെറ്റ് ചെയ്തതാ. ഇഷ്ടപ്പെട്ടാ? ഞാൻ ഇത് കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേന് തരാന്ന് വിചാരിച്ചത്. അപ്പോഴത്തേന് രണ്ടുപേരും അങ്ങ് ഇമോഷണൽ ആയിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ച് വർക്കലയിലൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോഴത്തേന് അവർ ഓക്കെ ആവും വിചാരിച്ചിട്ട് അപ്പൊ തരാം. ഹാപ്പി? രണ്ടുപേരും ഇട അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്. ഞാൻ ഒരു ഏകദേശം വെച്ചൊക്കെ മേടിച്ചതാ. കറക്റ്റ് അല്ലേ? രണ്ടും കറക്റ്റ് അല്ലേ? നോക്കട്ടെ, രണ്ടിനും കൈ കാണിച്ചേ. കൊള്ളാം കേട്ടാ, സൂപ്പർ. അമ്മയുടെ ആകട്ടെ. പ്രതീക്ഷിച്ചില്ലല്ലേ? അച്ഛക്ക് സർപ്രൈസ് ആയി. ഹാപ്പി? ഞാൻ ഹാപ്പി സുഹൃത്തുക്കളെ. അപ്പൊ ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.